Hi friends, welcome to Kerala Tech Academy, Success in Your Hands. So, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നെറ്റ്വർക്ക് തിയറി സബ്ജക്റ്റിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് മുമ്പ് PSC ചോദ്യപേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ്. സോ നമ്മളിന്ന് ചൂസ് ചെയ്തേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ചാൽ ലെക്ചർ ഇൻ പോളിടെക്നിക്കാണ്. സോ നമുക്ക് കാണാം അതിൽ ഏകദേശം 12 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നെറ്റ്വർക്ക് തിയറി പ്ലസ് ബേസിക് ഇലക്ട്രിസിറ്റി, ഈ രണ്ട് ടോപ്പിക്കിൽ നിന്നായിട്ട് 12ഓളം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഏകദേശം. എന്ന് വെച്ചാൽ ഏകദേശം നമുക്കറിയാം അതിൽ 20 ക്വസ്റ്റ്യൻസ് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് ആയിരുന്നു ഔട്ട് ഓഫ് 100. ബാക്കി ഔട്ട് ഓഫ് 80 തന്നെ 12ഓളം ചോദ്യങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്ന് മാത്രം ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു, ഇത് മിക്കവർക്കും അറിയാനുണ്ടാവും ഡയറക്റ്റ് ഇക്വേഷൻ. സോ ദയവായി എല്ലാവരും ഓപ്ഷൻസ് വളരെ കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം മാത്രമേ OMRൽ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ. ചാടിക്കറി മാർക്ക് ചെയ്യരുത്. സോ ഞാൻ ആൻസറിലേക്ക് കിടക്കണം. എല്ലാവരും ദയവേത് ഒരു ക്വസ്റ്റ്യൻ കണ്ട വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ആൻസർ മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം ബാക്കി വീഡിയോ പ്ലേ ചെയ്യാം. സോ ഞാൻ ആൻസർ പറയാൻ പോവാണ്. സോ നമുക്കിവിടെ കാണാൻ പറ്റും ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് ഫോം ഫാക്ടർ ഈസ് ഈക്വൽ ടു RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. അതുപോലെ PSC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ചോദ്യമാണ് പീക്ക് ഫാക്ടർ ഉണ്ടത്. പീക്ക് ഫാക്ടർ ഈസ് പീക്ക് വാല്യൂ ബൈ RMS വാല്യൂ. സോ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. അതിന് ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം. അതായത് ഇവിടെ നമുക്ക് ഫോം ഫാക്ടർ കാണാം, RM എന്ന് കാണാം. സോ ന്യൂമറേറ്ററിൽ RMS ആയിരിക്കും, അതുപോലെ ഡിനോമിനേറ്റർ ആവറേജ് വാല്യൂ. നമുക്ക് ഏകദേശം ഊഹിക്കാം. കാരണം ഇവിടെ ഓപ്ഷൻ നോക്കുമ്പോൾ വേറെ ഈ ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ നമ്മൾ എവിടെയും പഠിക്കുന്നില്ല. അതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. മിക്കവാറും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറ് A or B ആണ് കൺഫ്യൂഷൻ വരാറ്. സോ അതിങ്ങനെ ആലോചിച്ചാൽ മതി. ഫോം ഫാക്ടറിൽ ഇവിടെ RM ഉണ്ട്, സോ മുകളിൽ RMS വാല്യൂ വരും. അതുപോലെ പീക്ക് ഫാക്ടറിൽ ഇവിടെ നമുക്ക് മുകളിൽ പീക്ക് വാല്യൂ കാണാം, ആൻഡ് ഡിനോമിനേറ്ററിൽ RMS വാല്യൂ ആണ്. അത് സൂക്ഷിക്കണം. ഓക്കെ, അതുപോലെ ഇത് ശ്രദ്ധിക്കണം. PSC ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഫോം ഫാക്ടർ ഓഫ് സൈൻ വേവ്. നിങ്ങൾക്കൊരു 100 തവണയെങ്കിലും PSC പല എക്സാമുകളിലായി ചോദിച്ചിട്ടുണ്ടാകും. സോ ഇത് നിങ്ങൾ ഈ ഒരു ടേബിൾ നിങ്ങൾ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ പഠിച്ചു വെക്കുക. അതുപോലെ ഈ ഒരു വാല്യൂ 1.57, ഒരു ഹാഫ് വേവ് റെക്ടിഫൈഡിൻ്റെ ഫോം ഫാക്ടർ എത്രയാണ്? 1.57. ഇതും PSC മുമ്പ് ചോദിച്ചതാണ്. എന്നാലും നിങ്ങൾ ഈ ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുക. അതുപോലെ ഈ സൈൻ വേവിനും ഫുൾ വേവ് റെക്ടിഫൈഡ് വേവിനും സെയിം ഇക്വേഷനാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കാഞ്ഞത്. അത് രണ്ടും സെയിം ആണ്. ഓക്കെ, FWR. ഞാൻ മൗസ് കൊണ്ടാണ് എഴുതുന്നത്, അതിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫൈഡ് ആണെങ്കിലും സൈൻ വേവ് ആണെങ്കിലും സെയിം ഇതാണ്. അതുപോലെ ഹാഫ് റെക്ടിഫൈഡ് 1.57, പീക്ക് ഫാക്ടർ ആണെങ്കിൽ 2. അതുപോലെ ട്രയാങ്കുലർ വേവ് ആണെങ്കിൽ 1.16 ആണ് ഫോം ഫാക്ടർ. പീക്ക് ഫാക്ടർ ഈസ് √3. സ്ക്വയർ വേവിന് രണ്ടും 1 ആണ്, അതുകൊണ്ട് എളുപ്പമാണ്, കൺഫ്യൂഷൻ ഇല്ല. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാല്യൂ ഓഫ് പവർ ഫാക്ടർ ലൈസ് ഇൻ ബിറ്റ്വീൻ. ഇത് എനിക്കൊന്നൊരു 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഉത്തരം A ആണ്, 0 and 1 വാല്യൂ ഓഫ് പവർ ഫാക്ടർ. സോ ഞാൻ പോവാണ്, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. Two resistors R1 and R2 give combined resistance of 6 ohm when in series and 0.83 ohm when in parallel. The resistances are. സോ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കാം. ഞാൻ സൊല്യൂഷനിലേക്ക് പോവാണ്. സോ അതിന് നമുക്ക് ആവശ്യമായിട്ട് ഈ രണ്ട് ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആയിരിക്കും R series R parallel. R series ആണെങ്കിൽ നമ്മൾ രണ്ട് റെസിസ്റ്റൻസ് ഡയറക്റ്റ് ആഡ് ചെയ്യും, അതായത് R1 പ്ലസ് R2. R parallel ഈസ് ഈക്വൽ ടു R1 × R2 ബൈ R1 പ്ലസ് R2. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ പലർക്കും ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ ഒരു 0.83 എന്ന് പറഞ്ഞ വാല്യൂ ആയിരുന്നു. ഓക്കെ, നമ്മൾ സാറിന് ഇക്വേഷൻ വെച്ച് എങ്ങനെ ചെയ്യുക വെച്ചാൽ ഇവിടെ R1 പ്ലസ് R2 നമുക്ക് തന്നിട്ടുണ്ട്, അതായത് 6 ohm ആണ്. സോ ഈ 6 എന്നുള്ള വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ ഇവിടെ R parallel എന്നുള്ള വാല്യൂ ആണ് നമുക്ക് ഈ 0.83 തന്നിട്ടുണ്ട്. സോ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണെന്ന് നമ്മൾ ഈ R1 × R2 കിട്ടും. അതുപോലെ R1 പ്ലസ് R2 നമ്മൾ കയ്യിലുണ്ട്. അതിൽ നിന്ന് നമ്മൾ രണ്ട് ഓപ്ഷൻ നോക്കി വാല്യൂ എടുക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ 0.83 വന്നപ്പോൾ പലർക്കും ബുദ്ധിമുട്ടായി. സോ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പവഴി വെച്ചാൽ ഓപ്ഷൻ ഒന്ന് ഡയറക്റ്റ് ചെയ്ത് നോക്കുക എന്നതാണ്. അതായത് ഇപ്പോൾ 3 ohm 3 ohm എടുക്കുക, ഓപ്ഷൻ A എടുക്കുക. സോ 3 + 3 6 ആണ്, അത് ഓക്കെയാണ്. പിന്നെ പാരലൽ കണക്ഷൻ നോക്കുക. 3ഉം 3ഉം പാരലൽ കണക്ഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം അത് 1.5 ohm ആണ്. സോ ഇതല്ല, ഇത് നമുക്ക് എമിറ്റ് ചെയ്യാം. പിന്നെ ഓപ്ഷൻ B നോക്കുക, അതായത് 4 + 2 6, സീരീസിൽ 6 ohm കറക്റ്റാണ്. പിന്നെ പാരലൽ ആകുമ്പോൾ വെച്ചാൽ 4 × 2, അതായത് 8/4 + 2 6. സോ ഇത് ഈ വാല്യൂ വെച്ചാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ ഇതും ഒരിക്കലും വരില്ല. ഇനി നമുക്ക് തേർഡ് ഓപ്ഷൻ നോക്കാം. 5 + 1 6. സോ സീരീസിൽ ഓക്കെയാണ്. ഈ പാരലൽ ആകുമ്പോൾ 5 × 1/5 +, അതായത് 5/6 കിട്ടും.
സോ ഈ 5/6ൻ്റെ വാല്യൂ പറഞ്ഞാൽ ഏകദേശം 0.83 ഈക്വലാണ്. സോ ഇതാണ് ശരി. ഇനി അത് ഡൗട്ടിലൊക്കെ വേണമെങ്കിൽ നമുക്കിത് ഡിവൈഡ് നോക്കാം. നമുക്ക് വേണമെങ്കിൽ 50/6 ചെയ്യാം. സോ ഇവിടെ ഈ തവണ പോവും. സോ 48 റിമൈൻഡർ 2. സോ 20 ഔട്ട് ഓഫ് 23 ഇവിടെ ഡെസിമൽ പോയിൻ്റ് ഉണ്ട്. സോ അങ്ങനെ ടോട്ടൽ 0.83 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യാൻ എളുപ്പം. ഓപ്ഷൻ എന്ന് പോകുന്നതാണ് ഈ കേസിൽ എളുപ്പം. കാരണം ഈ 0.83 എന്നുള്ള വാല്യൂ ആണ്. ഇനി ഇതൊരു ഹോൾ നമ്പർ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഓക്കെ, എല്ലാവരും ഒന്ന് ഓപ്ഷൻ മാർക്ക് ചെയ്യുക. സോ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണിത്. പലരും ബൈ ഹാർട്ട് പഠിച്ചൊരു ഇക്വേഷൻ ആയിരിക്കും. അതായത് ഒരു RLC സർക്യൂട്ടിൻ്റെ സീരീസ് സർക്യൂട്ടിൻ്റെ ഇംപെഡൻസ് വാല്യൂ Z ഈക്വൽ ടു √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. ഇതൊക്കെ വളരെ സിമ്പിൾ, ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ചെയ്യാൻ, കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അതും നിങ്ങൾ ആലോചിക്കണമെന്ന് വെച്ചാൽ ഒരു BTech ലെവൽ അതൊരു ലെക്ചറും പോളി ക്വസ്റ്റ്യൻ പേപ്പറിലാണ് ഇത്രയും സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഒരിക്കലും PSC ടഫാക്കാറില്ല. അതിൽ മാക്സിമം ഈസി ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. സോ അത് തിരഞ്ഞെടുത്ത് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ 75 മിനിറ്റിൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. സോ ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനുള്ളത് വെച്ചാൽ ഈ RLC സീരീസ് RLC അല്ലെങ്കിൽ പാരലൽ RLC സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളൊരു കാര്യം റെസൊണൻസ് ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് റെസൊണൻസ് ഫ്രീക്വൻസി FR? ഇതൊരു സർക്യൂട്ട് വന്നിട്ടുണ്ടാകും. അതിൽ Lൻ്റെയും Cൻ്റെയും വാല്യൂ തരും. സോ അങ്ങനെയാണെങ്കിൽ റെസൊണൻസ് ഫ്രീക്വൻസി എത്രയാണെന്ന് ചോദിക്കാറുണ്ട്. സോ അത് ഡയറക്റ്റ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ച് കിട്ടും. 1/2π√LC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. സിമ്പിളാണ്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ അറ്റ് റെസൊണൻസ് ഇംപെഡൻസ് വിൽ ബി മാക്സിമം ആൻഡ് കറണ്ട് ഇംപെഡൻസ് വിൽ ബി മിനിമം ആൻഡ് കറണ്ട് വിൽ ബി മാക്സിമം. ഇത് രണ്ട് ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ്. അതെങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞതാണ്. നമുക്കറിയാം, ഇവിടെ സപ്പോസ് ഞാൻ ഒരു F ഫ്രീക്വൻസി ഇവിടെ സപ്ലൈ ആണ്. അതായത് വോൾട്ടേജ് Vയും F ഫ്രീക്വൻസിയാണ് സപ്ലൈ എന്ന് വെക്കാം. സോ ഇവിടെ റെസിസ്റ്റൻസ് അവിടെ തന്നെ ഉണ്ട്. റെസിസ്റ്റൻസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഫ്രീക്വൻസി ആണ്. അതായത് ഫ്രീക്വൻസി പറയുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നമുക്ക് രണ്ട് വാല്യൂസ് ഉണ്ട്. ഒന്ന് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, നമ്മളതിനെ XL എന്ന് വിളിക്കും. അതുപോലെ ഇവിടെ ഇൻഡക്റ്റീവ് കപ്പാസിറ്റൻസ് XC എന്ന് വിളിക്കും. XL എന്ന് വെച്ചാൽ ഇറ്റ്സ് 2πFL ഒരു വാല്യൂ. ഇത് മൗസ് കൊണ്ട് എഴുതുന്നതുകൊണ്ടാണ് അങ്ങനെ. XC എന്ന് വെച്ചാൽ 1/2πFC. ഓക്കെ, സോ ഈ രണ്ടിലും നമുക്ക് കാണാം ഇവിടെ F ഉണ്ട്. F ഒരു ഫാക്ടറാണ്. അതുപോലെ ഇവിടെയും F ഒരു ഫാക്ടറാണ്. സോ നമ്മൾ സപ്പോസ് ഇപ്പോൾ F നമ്മളൊരു വാല്യൂ ഒരു 0 നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുപോകണമെന്ന് വെച്ചോ. സോ അറ്റ് എ പർട്ടിക്കുലർ ഫ്രീക്വൻസി, ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിൽ XLൻ്റെ വാല്യൂവും XCയുടെ വാല്യൂവും ഈക്വൽ ആകും. XL വിൽ ബി ഈക്വൽ ടു XC. അതിനാണ് നമ്മൾ റെസൊണൻറ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. സോ ആ ഫ്രീക്വൻസിയാണ് നമ്മൾ റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ നമുക്കിവിടെ XL XC ഈക്വൽ ആണെങ്കിൽ നമുക്കിവിടെ കാണാം ഈ ഇക്വേഷനിൽ XL മൈനസ് XC ഹോൾ സ്ക്വയർ എന്നുള്ള വാല്യൂ ഇത് 0 ആയി മാറും. ഓക്കെ, സോ ഇത് 0 ആണെങ്കിൽ പിന്നെ നമ്മുടെ ഇംപെഡൻസ് Z വിൽ ബി ഈക്വൽ ടു R. സോ അതായത് റെസൊണൻറ്റ് ഫ്രീക്വൻസി അറ്റ് FRൽ ഇംപെഡൻസ് എന്ന് പറയുന്ന വാല്യൂ R മാത്രമാണ്. നമ്മൾ ഈ √R² പ്ലസ് എന്നുള്ളൊരു വാല്യൂവിന് പകരം വെറും R എന്ന് മാത്രമേ വരുന്നുള്ളൂ. സോ എന്ന് വെച്ചാൽ ഇംപെഡൻസ് ഏറ്റവും മിനിമം വരുന്നൊരു കണ്ടീഷൻ അതാണ്. ഈ ഒരു FR റെസൊണൻസ് ഫ്രീക്വൻസിയിലാണ് ഇംപെഡൻസ് ഏറ്റവും മിനിമം വരിക. സോ അതുകൊണ്ട് തന്നെ ഇംപെഡൻസ് ഏറ്റവും മിനിമം ആകുമ്പോൾ നമുക്കറിയാം ഈ പോകുന്ന കറണ്ട് I എന്ന് പറഞ്ഞ കറണ്ട് മാക്സിമം ആയിരിക്കും അറ്റ് റെസൊണൻസിൽ. സോ അത് മാത്രം ആലോചിക്കുക. സോ അതിന് ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. സപ്പോസ് ഇപ്പോൾ നമുക്ക് R-ൻ്റെ L-ൻ്റെ C-ൻ്റെ ഒക്കെ വാല്യൂ വരും, വോൾട്ടേജ് വരും, ഫ്രീക്വൻസി ഒക്കെ തരും. അതിന് ചോദിക്കും സപ്പോസ് ഇപ്പോൾ വോൾട്ടേജ് 10 വോൾട്ടാണെന്ന് വെക്കുക, റെസൊണൻസ് ഒരു 5 ohm ആണെന്ന് വെക്കുക. അതുപോലെ എല്ലാത്തിനും വാല്യൂ തന്നിട്ടുണ്ടാകും, L-നും C-നൊക്കെ വാല്യൂ തന്നിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. റെസൊണൻസിലാണ് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ജസ്റ്റ് ഇത്ര 10/5 എന്ന് മാത്രം ചെയ്താൽ 10 ഈ വോൾട്ടേജും 5 പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് മാത്രം ചെയ്താൽ 2 ആംപിയറേക്ക് അതിൻ്റെ ആൻസർ അറ്റ് റെസൊണൻസിൽ മാത്രം. ഓക്കെ, അങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ ഡയറക്റ്റായിട്ട് ഇത് ചോദിക്കാറുണ്ട്. അതായത് റെസൊണൻസിൽ എന്താണ് ഇംപെഡൻസ് മാക്സിമം ആണോ മിനിമം ആണോ, അതുപോലെ കറണ്ട് മാക്സിമം ആണോ മിനിമം ആണോ ഒക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. ഓക്കെ, എ വയർ ഹാവിംഗ് റെസിസ്റ്റൻസ് R1 ഈസ് സ്ട്രെച്ച്ഡ് ടു ഡബിൾ ഇറ്റ്സ് ലെങ്ത്
the new resistance R2 is. സോ ഇത് സ്ഥിരമായിട്ട് ബേസ് പല ടെക്നിക്കൽ എക്സാമും ചോദിച്ചുള്ള ചോദ്യമാണ്. നിങ്ങളൊന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക പോസ് ആയിട്ട്. സോ ഞാൻ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. R is equal to rho L by A. സോ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ വെച്ചാൽ ഒന്ന് നമ്മൾ അതിനുമ്പ് ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. സപ്പോസ് എൻ്റെ കയ്യിലൊരു കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ഇതൊരു L ലെങ്ത് ഉള്ളൊരു കണ്ടക്ടറാണ്. ഇതിനൊരു ക്രോസ് സെക്ഷൻ ഏരിയ A ഉണ്ട്. ഓക്കെ, ഞാനിനി ഇത് സ്ട്രെച്ച് ചെയ്യണം. സ്ട്രെച്ച് ചെയ്ത് വലിച്ച് നീട്ടണം. അതൊരു ഇമ്പോർട്ടൻറ്റ് വാക്കാണ് കേട്ടോ. സ്ട്രെച്ച് ചെയ്യുക, അതായത് വലിച്ച് നീട്ടുക. ഞാനിത് വലിച്ചിട്ടുമ്പോൾ സംഭവിക്കുക വെച്ചാൽ ഇതിൻ്റെ നീളം മാത്രം കൂടുന്നത് മാത്രമല്ല ഇതിൻ്റെ വീതി കുറയും. ഈ ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ കുറയും. സോ ഇതിൻ്റെ ന്യൂ ലെങ്ത് എന്ന് പറയുന്നത് 2L ആയിരിക്കും. അതുപോലെ ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് A/2 ആയിരിക്കും. ഇതാണ് ഈ രണ്ട് വാരിയബിൾസ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അതായത് R2 ഈക്വൽ ടു റോ അവിടെ നിൽക്കട്ടെ, റോയിൽ മാറ്റമുണ്ടാകും, റെസിസ്റ്റീവ് മാറില്ല കേട്ടോ. അതുപോലെ L എന്നുള്ള സ്ഥാനത്ത് 2L ആയി. അതുപോലെ A എന്നുള്ള സ്ഥാനത്ത് A/2 വരും. സോ വിച്ച് വിൽ ബി ഈക്വൽ ടു 4 ടൈംസ് റോ L by A, അതായത് 4 ടൈംസ് R1 ആയിരിക്കും. സോ ഇതാണ് ആൻസർ. സോ ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോ ഇത് സ്ഥിരം ചോദിക്കാറാണ്, ശ്രദ്ധിക്കണം. നമ്മൾ പലരും ചെയ്യാറ് വെച്ചാൽ L മാത്രം കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ 2L ആയി, അപ്പോൾ 2R1 ആണ്. അധികം ആളുകളും ശ്രദ്ധിക്കാതെ ആൻസർ മാർക്ക് ചെയ്യുക. അത് തെറ്റാണ്. 4R1 ആണ്. കാരണം A എന്നുള്ളത് A/2 ആയി മാറും. അത് ശ്രദ്ധിക്കണം. ഓക്കെ, സോ മൂവിങ് ഓൺ. ഓക്കെ, ഇത് ചെയ്ത് നോക്കുക. തെവെനിൻ വോൾട്ടേജ് സമയമെടുത്ത് ചെയ്താൽ മതി. വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. വളരെ വളരെ സിമ്പിളായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല. ഓക്കെ, സോ ഞാൻ സൊല്യൂഷനിലേക്ക് പോവാണ്. എന്താണ്? ഫൈൻഡ് ദ തെവെനിൻസ് വോൾട്ടേജ് അക്രോസ് ദ പോയിന്റ് A ആൻഡ് B ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്. സോ നമ്മളോട് ചോദിച്ച ചോദ്യം വെച്ചാൽ ഇതിന് അക്രോസ് 5 ഓമിന് അക്രോസ് ഉള്ള തെവെനിൻസ് വോൾട്ടേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കിത് റീഡ്രോ ചെയ്യാം. സപ്പോസ് ഇതാണ് ഈ 5 ഓം റെസിസ്റ്ററാണ് നമ്മുടെ ലോഡ് എന്ന് വെക്കുക. ഓക്കെ, സോ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇവിടെ. ഓക്കെ, ഞാൻ ഇവിടെ ഇതിനെ ക്രോസ് ഉള്ളതാണ് നമുക്ക് വോൾട്ടേജ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പ്ലസ് മൈനസ് VTH, അതായത് തെവെനിൻ വോൾട്ടേജ് ഡിനോട്ട് ചെയ്യുന്നത് VTH എന്ന് വെച്ചാണ്. സോ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഓക്കെ, സോ ഇവിടെ ഒരു 5 ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു 5 ഓം റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരു 5 വോൾട്ട് സപ്ലൈ ഉണ്ട്. ഓക്കെ, ഇത് പ്ലസ്, ഇത് മൈനസ്. ഓക്കെ, ശരി, നമുക്ക് ചെയ്യേണ്ട ഓക്കെ, ഇവിടെ കറണ്ട് സോഴ്സ് ഉണ്ട് 1 ആംപിയർ. ഓക്കെ, 1 ആംപിയർ കറണ്ട് സോഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ സർക്യൂട്ട് കണ്ടാൽ മനസ്സിലാവും. ഈ ഒരു 1 ആംപിയർ കറണ്ട് ഇതിലേക്കൂടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസിൽ സർക്യൂട്ട് ഈ ഒരു സർക്യൂട്ടിലേക്ക് കൂടെ. കാരണം ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിലേക്കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സോ എന്താ പറയുക, ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഇതിലേക്കൂടെ ഫ്ലോ ചെയ്യും. സോ അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടാവും, ഒരു പ്ലസ് മൈനസ് ഡ്രോപ്പ് ഉണ്ടാവും. അത് എത്രയാണ്? 1 × 5 ഓം, അതായത് ഒരു 5 വോൾട്ട് ഡ്രോപ്പ് ഈ റെസിസ്റ്ററിൽ ഉണ്ടാകും. അതുപോലെ ഇവിടെയും ഒരു പ്ലസ് മൈനസ് 5 വോൾട്ട് ഡ്രോപ്പ് ഉണ്ടാകും. സോ അങ്ങനെ കറണ്ട് ഇതിലേക്ക് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു VTH എന്നുള്ള വോൾട്ടേജ് ആണ്. അതിനുവേണ്ടി ഞാൻ വെച്ചാൽ ഈ ലൂപ്പിനകത്ത് ഞാനൊരു KVL അപ്ലൈ ചെയ്യണം. KVL. സോ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് ആദ്യം എന്താ VTH വന്നു. സോ VTH നമുക്കിവിടെ കാണാൻ പറ്റും. മൈനസിൽ നിന്ന് പ്ലസ്സിലേക്ക് പോകുമ്പോൾ ഞാൻ ഇവിടെ സിമ്പിൾ പ്ലസ് നിട്ടു. ഓക്കെ, ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ മൈനസിൽ നിന്ന് പ്ലസ്സിലേക്കാണ് പോകുന്നത്. സൗണ്ട് ഞാൻ ഇവിടെ പോസിറ്റീവ് സിമ്പിൾ ഇട്ടു. ഇനി അടുത്ത് വരുന്നതാ ഒരു 5 വോൾട്ട് ഉണ്ട്. ഓക്കെ, സോ ഞാൻ 5 എന്ന് എഴുതി. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ സിമ്പിൾ പോസിറ്റീവ് ടു നെഗറ്റീവാണ് ഞാൻ നോക്കുമ്പോൾ സിമ്പിൾ പോകുന്നത്, ഈ ഡയറക്ഷൻ നോക്കുമ്പോൾ. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ മൈനസ് എന്ന് വരും. അതുപോലെ ഇവിടെ ആണെങ്കിലും ഇതൊരു സോഴ്സാണ്. ഇവിടെ ആണെങ്കിലും പ്ലസ് ടു മൈനസ് പോസിറ്റീവ് ടു നെഗറ്റീവാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. സോ ഇത് ഞാൻ മൈനസ് നെഗറ്റീവ് ഡയറക്ഷൻ ഇട്ട് 5 ഈക്വൽ ടു 0. സോ ഞാൻ KVL ലൂപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഈക്വൽ ടു 0.
സോ അതിൽ നമുക്ക് കിട്ടും എന്താ, സിമ്പിളായിട്ട് നമുക്ക് VTH ഈസ് ഈക്വൽ ടു 10 വോൾട്ട് കിട്ടും. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ഉത്തരം. സോ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാനൊന്നുമില്ല, വളരെ സിമ്പിളായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ഇനി ഇതുപോലെ ചില സമയത്ത് തെവനിൻ റെസിസ്റ്റൻസ് ചോദിക്കാറുണ്ട്. അതായത് തെവനിൻ വോൾട്ടേജിന് പകരം തെവനിൻ റെസിസ്റ്റൻസ് ചോദിക്കാം. ഇതിനെ ക്രോസിൽ സപ്പോസ് നമുക്ക് ഇതിനെ ക്രോസിൽ തെവനിൻ റെസിസ്റ്റൻസ് കാണണമെങ്കിൽ നേരത്തെ ഇതുപോലെ ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇത് ഓപ്പൺ സർക്യൂട്ട്. സോ അതിനകത്ത് കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഇനി ചെയ്യേണ്ട കാര്യം വെച്ചാൽ എല്ലാ വോൾട്ടേജ് സോഴ്സുകളും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുക. അതുപോലെ എല്ലാ കറണ്ട് സോഴ്സുകളും ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു വോൾട്ടേജ് സോഴ്സ് കാണാം, ഇത് ഞാൻ ഷോർട്ട് ചെയ്തു. അതുപോലെ ഇവിടെ നമുക്കൊരു കറണ്ട് സോഴ്സ് ഉണ്ട്. സോ ഇവിടെ വെച്ച് ഞാൻ ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, സോ കറണ്ട് സോഴ്സ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്തു, വോൾട്ടേജ് സോഴ്സ് ഒക്കെ ഞാൻ ഷോർട്ട് ചെയ്തു. ഓക്കെ, എനിക്ക് ഇതിന് അക്രോസ് എല്ലാമാണ് RTH കാണേണ്ടത്, തെവനിൻ റെസിസ്റ്റൻസ്. സോ നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ചെയ്യുമ്പോൾ, സോ ഞാൻ ഇവിടെ നിന്ന് നോക്കുകയാണെന്ന് വെച്ചോ, ഇവിടെ നോക്കുമ്പോൾ എനിക്ക് 2 റെസിസ്റ്റൻസ് കാണാൻ പറ്റും. ഒന്ന് ഈ 5 Ω റെസിസ്റ്റൻസും ഒന്ന് ഈ 5 Ω റെസിസ്റ്റൻസും. ഓക്കെ, സോ ഈ 5 Ω റെസിസ്റ്റൻസും കാണാൻ പറ്റും. ഇവിടെ ഒരു ക്ലോസ് പാത്ത് ഉണ്ട്. ഞാൻ ഇവിടെ നിന്നൊരു കറണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ കറണ്ട് ഇതുവഴി ഒഴുകി തിരിച്ച് ഇവിടത്തേക്ക് തന്നെ എത്തും, ഫ്ലോ ചെയ്ത്. ഓക്കെ, സോ ഇവിടെ ഒരു ക്ലോസ് പാത്ത് ഉണ്ട്. സോ ഈ 5 Ω റെസിസ്റ്റൻസ് നമ്മുടെ വ്യൂവിലുണ്ട്, നമുക്കത് ആക്റ്റീവാണ്. നേരെ മറിച്ച് ഈ 5 Ω റെസിസ്റ്റൻസ് ശ്രദ്ധിക്കുക, ഇതിലേക്കൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യില്ല, കാരണം ഇത് ഓപ്പൺ സർക്യൂട്ടാണ്. സോ ഇവിടെ ഒരു ക്ലോസ് പാത്ത് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഈ ഒരു 5 Ω റെസിസ്റ്റൻസ് നമ്മളെ ഇതൊരു റിഡൻഡൻ്റ് ആണ്. ഈ സാധനം, ഈ 5 Ω റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ആവശ്യമില്ല, കാരണം ഇതിലേക്കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സപ്പോസ് ഞാൻ ഇവിടെ ടെസ്റ്റ് വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ ഇതിലേക്കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സോ ഈ 5 Ω ഇതിനകത്ത് വരില്ല. സോ അങ്ങനെ നോക്കുമ്പോൾ ഈ RTHൻ്റെ വാല്യൂ വെച്ചാൽ 5 Ω ആയിരിക്കും, കാരണം വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇതിനകത്തില്ല. ഓക്കെ, സോ RTH വിൽ ബി ഈക്വൽ ടു 5 Ω. സോ PSC സാറിന് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും തെവനിൻ വോൾട്ടേജ് അല്ലെങ്കിൽ തെവനിൻ റെസിസ്റ്റൻസിൽ ഷുവറായിട്ടുണ്ടാകും. സോ ഇത് വളരെ സിമ്പിൾ സർക്യൂട്ട് ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക, അങ്ങനെ ഡിഫിക്കൽട്ടുള്ളതൊന്നും ഉണ്ടാവില്ല. സോ സാവധാനം തെറ്റിക്കാതെ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും വായിക്കുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് കറണ്ട്സ് ക്യാൻ ഇൻഡ്യൂസ് ദ മാക്സിമം ഇൻഡ്യൂസ്ഡ് വോൾട്ടേജ് ഇൻ എ കോയിൽ? സോ ദയവായി എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്ത് ആൻസർ കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. സോ ഇതിനാവശ്യമായിട്ടുള്ളൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. അതായത് ഒരു കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF E ഇസ് ഈക്വൽ ടു LdI/dt. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിവിടെ L എന്നുള്ള വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം നമ്മളൊരു കോയിൽ ഡിസൈൻ ചെയ്ത് അതിൻ്റെ ഏരിയ ഒരു ക്രോസ് സെക്ഷൻ, സ്പെസിഫിക് ക്രോസ് സെക്ഷനിൽ ഏരിയ വെച്ച് ഒരു കോയിൽ ഉണ്ടാക്കി, അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് ഫിക്സഡ് ആണ്, അതിൻ്റെ ഏരിയ ഫിക്സഡ് ആണ്, ലെങ്ത് ഫിക്സഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡക്റ്റൻസ് മാറില്ല പിന്നെ. സോ ഇത് ഇസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ. പിന്നെ നമുക്കൊരു വേരിയിങ് വാല്യൂ വെച്ചാൽ DI/dt, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ആണ് ഒരു വേരിയിങ് വാല്യൂ. ഓക്കെ, സോ നമുക്കിത് ഈ 4 ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കിത് 2 ഓപ്ഷൻ ആദ്യം തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഒന്ന് ഓപ്ഷൻ A, അതുപോലെ ഓപ്ഷൻ D. ഈ 2 വാല്യൂസും വരില്ല. കാരണം എന്താ? കാരണം വെച്ചാൽ ഇതൊരു DC വാല്യൂ ആണ്. സോ ഓക്കെ, സോ നമ്മളൊരു DC വാല്യൂ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ നമ്മൾ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ 0 ആയിരിക്കും. അതായത് ഇത് 0 ആയി മാറും ഒരു DCയുടെ കേസിൽ. സോ ഓപ്ഷൻ Aയും ഓപ്ഷൻ Dയും വരില്ല. പിന്നീട് 2 ഓപ്ഷൻ വെച്ചാൽ Cയും Bയും. അതിലേതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് ഏറ്റവും കൂടുതലുള്ളത് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അത് നമുക്ക് സിമ്പിളായിട്ട് ആലോചിച്ച് തന്നെ കിട്ടും. സപ്പോസ് 1 ഹെർട്സിലൊരു വേവ് ഫോം എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അതായത് ഒരു സെക്കൻഡിൽ ഒരു തവണ മാത്രം റേറ്റ് പൊളാരിറ്റി മാറുന്ന ഒരു വേവ് ഫോം. നേരെ മറിച്ച് ഈ 100 ഹെർട്സിലൊരു വേവ് ഫോം എന്ന് വെച്ചാൽ വേവ് ഫോം ഇങ്ങനെ ആയിരിക്കും. ഒരു സെക്കൻഡിൽ തന്നെ അത് 100 തവണ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാവും. സോ ഓബ്വിയസ്ലി നമുക്ക് ഉത്തരം എന്തായിരിക്കും? അപ്പോൾ അങ്ങനെ റേറ്റ് ഓഫ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ ഈ DI/dt വാല്യൂ വളരെ കൂടുതലായിരിക്കും കമ്പയർ ടു ദിസ് വാല്യൂ 1 ഹെർട്സിനേക്കാളും. സോ ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ spherical capacitor has an inner conducting sphere of 0.1 meter and outer conducting sphere of radius 0.2 meter. The space in between is filled with dielectric of permeability epsilon. What is its capacitance? അതായത് നമുക്കൊരു സ്ഫെറിക്കൽ കപ്പാസിറ്റർ ഉണ്ട്, ഒരു ബോളിൻ്റെ ഷേപ്പിലുള്ള ഒരു കപ്പാസിറ്റർ ഉണ്ട്. അതിനകത്ത് വേറെ ചെറിയ ബോളുണ്ട്. സോ അതിൻ്റെ തമ്മിലുള്ള
അതിൻ്റെ രണ്ടിനെയും റേഡിയസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഗ്യാപ്പിനകത്ത് നമ്മളൊരു എപ്സിലോൺ പെർമിയബിലിറ്റി ഉള്ളൊരു ഡയലക്ട്രിക് ഫില്ല് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹോൾ ബോളിൻ്റെ സ്ഫിയറിൻ്റെ കപ്പാസിറ്റൻസ് എത്ര എന്നാണ് ചോദ്യം. സോ എല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കാം. ഞാൻ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. സോ അതിന് ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതൊരു സ്ഫെറിക്കൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇക്വേഷൻ. അതായത് C = 4π എപ്സിലോൺ ക്യാപിറ്റൽ R × സ്മോൾ r ബൈ ക്യാപിറ്റൽ R - സ്മോൾ r. ഈ ക്യാപിറ്റൽ R എന്ന് വെച്ചാൽ നമ്മുടെ ഔട്ടർ സ്ഫിയറിൻ്റെ റേഡിയസും സ്മോൾ r എന്ന് വെച്ചാൽ ഇന്നർ സ്ഫിയറിൻ്റെ റേഡിയസുമാണ്. സോ അത് ശ്രദ്ധിക്കുക. സോ ഈ വാല്യൂസ് അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഞാനത് ചെയ്യുന്നില്ല, നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി. അത് 0.1 സ്മോൾ r = 0.1 ക്യാപിറ്റൽ R = 0.2. ഓക്കെ, ഇത് കണ്ടിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ആൻസർ 0.8π എപ്സിലോൺ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഓപ്ഷൻ C ആണ് ഇതിൻ്റെ ആൻസർ വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്നു. വേറെ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. പക്ഷേ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞാൽ മാത്രമേ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ അവിടെ പോയിട്ടിരുന്ന് എക്സാം സെൻറ്ററിൽ നിന്ന് ഡിറൈവ് എടുക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമില്ല. കാരണം നമുക്കാകെ 75 മിനിറ്റും മാത്രമേ ഉള്ളൂ. അതുപോലെ 100 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിലും വായിച്ചെങ്കിൽ നോക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവും. സോ അതുകൊണ്ട് ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, സോ മൂവിങ് ഓൺ. 2 inductances of 1 Henry each are coupled together. The maximum value of mutual inductance between them is. ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോ പോസ് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. സോ ഇവിടെ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അതായത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഈക്വൽ ടു കെ ഈസ് കോയിഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് ഇൻറ്റു റൂട്ട് L1 L2. L1 L2 എന്നാൽ രണ്ട് സെപ്പറേറ്റ് കോയിലിൻ്റെ ഇൻഡിവിജ്വൽ ഇൻഡക്റ്റൻസ്, സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് L1 L2. സോ നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ നമുക്കിവിടെ ഇതാണ് ഇമ്പോർട്ടൻറ്റ്, മാക്സിമം വാല്യൂ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. സോ എം മാക്സിമം ആവണമെങ്കിൽ ഈ കെയുടെ വാല്യൂ എത്ര ആയിരിക്കണം എന്ന് മാത്രം ആലോചിച്ചാൽ മതി. അത് കെയുടെ ഒരു വാല്യൂ റേഞ്ച് എന്ന് പറയുന്നത് 0 to 1 ആണ്. അത് 0 to 1 ഇടയ്ക്ക് മാത്രമേ എപ്പോഴും ഇതിൻ്റെ വാല്യൂ ഉണ്ടാവും. സോ ഇവിടെ എം മാക്സിമം ആവണമെങ്കിൽ നമുക്കറിയാം ഇവിടെ കെ എന്തായിരിക്കണം, കെ 1 ആയിരിക്കണം. ഓക്കെ, സോ കെ 1 ആണെങ്കിൽ പിന്നെ ബാക്കി നമുക്കിവിടെ L1 L2 വാല്യൂ തന്നിട്ടുണ്ട്. 1 Henry. So it will be root of 1 into 1. 1 into 1. ഇവിടെ എന്താ കെ എന്താ 1. അപ്പോൾ എത്ര നമുക്ക് ആൻസർ കിട്ടുക? 1 Henry തന്നെയും കിട്ടാം. സിമ്പിൾ. ഓക്കെ, സോ ഇക്വേഷൻ ഓർത്ത് വെക്കുക. M = K root L1 L2. K is coefficient of coupling. സോ മാക്സിമം വാല്യൂ ഓഫ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ഉണ്ടാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ K 1 ആകുമ്പോഴാണ്. ഓക്കെ, മൂവിങ് ഓൺ. ഓക്കെ, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. The inductance of a long solenoid is measured as 1 millihenry. What will be its inductance if the number of turns is doubled? സോ എല്ലാവരും ചെയ്ത് നോക്കാം. ഞാൻ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. സോ ചെയ്യാൻ നമുക്ക് സിമിലർ ഒരു ഇക്വേഷൻ മാത്രമാണ്. അത് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ, അതായത് പാരാമെട്രിക് ഇക്വേഷനാണിത്. L = mu n² A/L. സോ ഇതിനകത്ത് n² എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ടേൺസ്, എത്ര ടേൺസാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ A is the area of cross section of coil അല്ല വയറിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതുപോലെ L is length of wire. ഓക്കെ, സോ അതിനകത്ത് നമ്മളോട് പറഞ്ഞു വെച്ചാൽ ഈ നമ്പർ ഓഫ് ടേൺസ് ഈസ് ഡബിൾഡ്. അതായത് ഈ n എന്നുള്ള വാല്യൂ ഞാൻ എന്ത് ചെയ്യണം, 2n ആക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ n² ഉള്ളത്. സോ ഇവിടെ n² ചെയ്യുമ്പോൾ ഞാൻ ഇത് ഹോൾ സ്ക്വയർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. which will be equal to 4n², അതായത് 4 ഇരട്ടിയാവും മുമ്പുള്ളതിനേക്കാളും. സോ n², 4n, ഈ ഇക്വേഷനിൽ ഒരു 4n² വരുമ്പോൾ പുതിയ L എന്ന് വെച്ചാൽ 4 ടൈംസ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ഓൾറെഡി ഉള്ളത് 1 millihenry ആണ്. സോ ഇത് ഇൻറ്റു 4 എന്ന് വരും. അതായത് 4 millihenry ആണ് ഉത്തരം. അത് വളരെ സിമ്പിൾ കൺസെപ്റ്റാണ്. ഇക്വേഷൻ ഓർമ്മയുണ്ടെങ്കിൽ മാത്രം മതി. സോ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ n² ആണ് വേരി ചെയ്യുന്നത്. സോ n 2n ആകുമ്പോൾ n² എന്നുള്ളത് 4n² ആവും. അത് ശ്രദ്ധിക്കണം. ഈ 4 എന്നുള്ള വാല്യൂ ശ്രദ്ധിക്കണം, കാരണം ഇവിടെ 2ൻ്റെയും സ്ക്വയർ ബാധകമാണ്. ഓക്കെ, സോ എന്താവും, ഈ ഇൻഡക്റ്റൻസ് L ഉള്ളത് 4 ടൈംസ് ഓഫ് ഓൾഡ് L ആവും. ഓക്കെ, അതായത് 4 ടൈംസ് ഓഫ് 1 millihenry, ദാറ്റ് ഈസ് 4 millihenry. അപ്പോൾ അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. The energy stored in the magnetic field of a solenoid carrying a current of 10 ampere is 0.5 joules. What will be the stored energy if the number of turns is doubled and the current is halved? ഇത് ശരിക്കും പറഞ്ഞാൽ തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ചോദ്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ്.
സോ എല്ലാവരും ചെയ്ത് നോക്കാം, സിമ്പിളാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാൻ സൊല്യൂഷൻ കിടക്കുകയാണ്. ഓക്കെ, സോ ഇതാണ് ഈ കാണാൻ, അതായത് നമ്മൾ എനർജി കാണാനുള്ള ഇക്വേഷൻ ഹാഫ് LI സ്ക്വയർ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആയിരിക്കും. പക്ഷേ പ്രശ്നം വെച്ചാൽ നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണമെന്നാണ് പലർക്കും ഒരു ഡൗട്ട് വരിക, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം ഇതുപോലത്തെ ക്വസ്റ്റ്യൻ വന്നാലെന്നാണ് പലർക്കും ഉണ്ടാകുന്ന ഡൗട്ട്. സോ നമുക്കിവിടെ രണ്ട് ഫാക്ടേഴ്സാണ് ഉള്ളത്. ഒന്ന്, നമ്പർ ഓഫ് ടേൺസ് ഈസ് ഡബിൾഡ്. അത് നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനകത്ത് നമുക്ക് കിട്ടിയ എന്താണ്, നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഇൻഡക്റ്റൻസ് 4 ടൈംസ് ആവും. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ എന്തായി, ഓൾറെഡി ഇതിൻ്റെ കൂടെ ഒരു 4 വന്നു ഡബിൾ ചെയ്യുമ്പോൾ. ഓക്കെ, സോ ഈ ഉണ്ട് ഇവിടെ. ഓക്കെ, ഈ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്, ഈ ഇക്വേഷൻ കാണിച്ചോ. ഇതിൻ്റെ കൂടെ എന്ത് വരും, ഓൾറെഡി ഒരു × 4 വരും. ഓക്കെ, അതുകൂടാതെ ഇനി എന്താ പറയുന്നത്, ആൻഡ് ദി കറണ്ട് ഈസ് ഹാഫ്ഡ്. ഈ ഇക്വേഷനിലേക്ക് I എന്നുള്ള വാല്യൂ ഹാഫ് ചെയ്തു, അതായത് I വിൽ ബി, പുതിയ I എന്ന് പറയുന്നത് I/2 ആയിരിക്കും. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത പോലത്തെ എന്താണ്, I² ആണ് വരുന്നത്. സോ ഇത് നമ്മൾ ഹോൾ സ്ക്വയർ ചെയ്യേണ്ടി വരും. സോ ഇവിടെ എന്തായിരിക്കും, I²/4 എന്ന് കിട്ടും. സോ ഇവിടെ ഈ ഇക്വേഷനിൽ എന്ത് ചെയ്യും, ഒരു 1/4 കൂടി വരും. അതാണ് ഈ ഇക്വേഷനിൽ വരുന്നൊരു ചേഞ്ച്. സോ ഈ 4ഉം ക്യാൻസലായി. സോ എന്താണ്, ഓൾറെഡി എത്ര ഉണ്ടായിരുന്നു ആ വാല്യൂ ഇതിലേക്ക് തന്നെയായിരിക്കും വരുന്നത്. അതായത് ഓപ്ഷൻ സി 0.5 ജൂൾസ് തന്നെ ആയിരിക്കും. അതായത് നമ്മൾ നമ്പർ ഓഫ് ടേൺസ് ഡബിൾ ചെയ്തു, അതുകൂടെ നമ്മൾ കറണ്ട് ഹാഫ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന എനർജി സ്റ്റോർഡിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. ഓക്കെ, സെയിം വാല്യൂ ആയിരിക്കും. അതെങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഈ ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്ക്വയർ വരുമ്പോൾ ഈ വാല്യൂ സ്ക്വയറായി മാർക്കരുത്. അതായത് I/2 സ്ക്വയർ ചെയ്യുമ്പോൾ I²/4 എഴുതണം, അല്ലാതെ I²/2 എന്ന് എഴുതിയാൽ ഉത്തരം തെറ്റായി കിട്ടാം. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. സോ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ അങ്ങനെ നിങ്ങൾക്ക് തെറ്റുമ്പോൾ കിട്ടുന്ന ഉത്തരമായിരിക്കും എപ്പോഴും ഓപ്ഷൻ A ഉണ്ടാവുക. നിങ്ങൾ ചെയ്ത് തെറ്റുമ്പോൾ കിട്ടാൻ ചാൻസുള്ള ഓപ്ഷനായിരിക്കും എപ്പോഴും A ഉണ്ടാവുക. കാരണം വെച്ചാൽ നിങ്ങളത് കാണുമ്പോൾ തന്നെ സന്തോഷത്തിൽ ചാടിക്കയറി മാർക്ക് ചെയ്യും. പിന്നീട് വീട്ടിൽ വന്ന് ആൻസറൊക്കെ നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുക, അയ്യോ തെറ്റിപ്പോയി എന്നുള്ള കാര്യം. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. So a capacitance is formed using 3 different dielectrics as shown in the figure. If the capacitance due to the dielectric A alone is 2 microfarad, what is the total capacitance? ഓക്കെ, സോ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. കുറച്ച് ടൈം എടുക്കുന്നൊരു പ്രോബ്ലമാണ്, പക്ഷേ വളരെ സിമ്പിളാണ് ചെയ്യാൻ. കുറച്ച് ടൈം എടുക്കും. എല്ലാവരും ഒന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കുക. ഞാൻ സൊല്യൂഷനിലേക്ക് കിടക്കുകയാണ്. സോ ഇത് ചെയ്യാൻ ആവശ്യമായിട്ട് 2 ഇക്വേഷൻ ഉണ്ട്. ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. സോ ഈ 2 ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അതായത് റെസിസ്റ്റൻസിന് നേരെ ഓപ്പോസിറ്റാണ് കപ്പാസിറ്റൻസിൻ്റെ കേസിൽ വരിക. കപ്പാസിറ്റൻസ് സീരീസിലാകുമ്പോൾ C1 C2 × C2/C1+C2ഉം, അതുപോലെ പാരലാകുമ്പോൾ C1+C2 ആണ് വരിക. അത് ശ്രദ്ധിക്കണം. റെസിസ്റ്റൻസിൽ എല്ലാവർക്കും അറിയണം. സോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇനി ഇവിടെ നോക്കേണ്ട ചോദ്യം കൊണ്ട് നമുക്ക് വായിക്കാം. ഇവിടെ പറഞ്ഞു വെച്ചാൽ ഈ എ എന്നുള്ളതിൻ്റെ കപ്പാസിറ്റൻസ് തന്നിട്ടുണ്ട്, എത്രയാണ്, 2 മൈക്രോഫാരഡ്. ഓക്കെ, സോ നമുക്കറിയാം ഒരു കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ നമ്മൾ കുറച്ച് മുമ്പ് ക്വസ്റ്റനിൽ പറഞ്ഞതാണ്. C = εA/d. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഈ ഒരു ഇത്ര പോകുന്ന ഏരിയയുടെ കപ്പാസിറ്റൻസ് പറയുന്നത് 2 മൈക്രോഫാരഡ് ആണ്. അതിൻ്റെ εA = 2 ആണ്. സോ ഈ വാല്യൂ ഈക്വൽ ആണ്. അതുപോലെ നമ്മളിപ്പോൾ സപ്പോസ് ഞാൻ ഇതിൻ്റെ വിഡ്ത്ത്, ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ്, 2 പ്ലേറ്റ് നമ്മുടെ ഡിസ്റ്റൻസ് ഞാൻ D എടുക്കുകയാണെന്ന് വെച്ചോ. ഓക്കെ, ഇത് D ആണെങ്കിൽ ഈ ഒരു ചെറിയ ഗ്യാപ്പ് എന്ന് പറയുന്നത് D/2 ആയിരിക്കും. അതുപോലെ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് D/2 ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഏരിയ സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആണ്. സോ അതുകൊണ്ട് ഈ ഒരു ഏരിയയുടെ കപ്പാസിറ്റൻസും 2 മൈക്രോഫാരഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ 2 പ്ലേറ്റിൻ്റെ അക്രോസിലെ കപ്പാസിറ്റൻസ് കിട്ടി. അതുപോലെ ഈ 2 പ്ലേറ്റിൻ്റെ അക്രോസ് കപ്പാസിറ്റി 2 മൈക്രോഫാരഡ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ അക്രോസിലുള്ള കപ്പാസിറ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൻ്റെ അക്രോസ് എത്രയാണ് വരുന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. നമുക്ക് C കണ്ടുപിടിക്കണം. C നമുക്കറിയില്ല. ഓക്കെ, അതിനുമുമ്പ്
ഞാൻ ഇവിടെ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, അതായത് ഈ വാല്യൂസ്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ എത്ര 2 ആണ് ഇൻറ്റു, ഓക്കെ, ഏരിയ എന്ത് ആയിക്കോട്ടെ നമുക്കറിയില്ല. അതുപോലെ ഡിസ്റ്റൻസ് എന്നുള്ളത് d/2 ആണ്. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്, 2 മൈക്രോ ഫാരഡ് എന്ന് വാല്യൂ കിട്ടിയത്. ഓക്കെ, അതായത് ഈ ഡി മുകളിൽ പോകും. സോ a/d will be equal to 1/2 മൈക്രോ ഫാരഡ് എന്നുള്ളൊരു വാല്യൂ നമുക്ക് കിട്ടും. a/d is equal to 1/2 മൈക്രോ എന്നുള്ളൊരു വാല്യൂ കിട്ടി വെച്ചു. ഓക്കെ, അതവിടെ വെക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. സോ ഇതിൻ്റെ കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് വെച്ചാൽ c is equal to എപ്സിലോൺ a/d എന്നുള്ള ഇക്വേഷൻ ഇതാണ്. സോ എക്ക് വേരിയേഷൻ ഉണ്ടാവില്ല, എപ്സിലോണിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ഡി എത്രയാണ്, ഡി തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് എപ്സിലോണിൻ്റെ വാല്യൂ നമുക്കറിയാം എത്ര, 4 എന്ന് തന്നിട്ടുണ്ട് ഇൻറ്റു, സോ a/d വാല്യൂ എത്രയാണ്, 1/2. സോ 4 ഇൻറ്റു 1/2 മൈക്രോ. ഓക്കെ, സോ അതായത് 2 മൈക്രോ ഫാരഡ് ആണ് ഈ ഒരു കപ്പാസിറ്റൻസ് പോർഷൻ്റെ വാല്യൂ. ഓക്കെ, സോ നമുക്ക് ഈ ഒരു പോർഷൻ 2 മൈക്രോ ഫാരഡ് കിട്ടി, ഈ പോർഷൻ 2 മൈക്രോ ഫാരഡ് കിട്ടി, അതുപോലെ ഈ ഒരു പോർഷൻ 2 മൈക്രോ ഫാരഡ് കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ കമ്പൈൻഡ് ആയിട്ടുള്ളൊരു വാല്യൂ ആണ് വേണ്ടത്. ഈ ഹോൾ സ്ട്രക്ചറിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് ആണ് വേണ്ടത് നെക്രോസ് ഉള്ളത്. സോ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ രണ്ട് പാർട്ടീഷനാക്കി തന്നാൽ ഇത് രണ്ടും സീരീസാണ്. ഓക്കെ, ഇത് രണ്ടും സീരീസും. അതുപോലെ ഓക്കെ, ഒന്നുകൂടെ റീഡ്രോ ചെയ്യാം. ഓക്കെ, സോ ഈ രണ്ട് വാല്യൂസ് 2 മൈക്രോ ഫാരഡ് സീരീസ് ആകുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ നമുക്ക് എന്ത് കിട്ടും, 1 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ ഇവിടെ നമുക്ക് എത്രയുണ്ട്, 2 മൈക്രോ, മൗസ് കൊണ്ട് എഴുതാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്, എല്ലാവരും സഹായിക്കുമെന്ന് ഉദ്ദേശിക്കുന്നു. 2 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഈ കേസിൽ ഇത് രണ്ടും പാരലാണ്. ഓക്കെ, ഇത് രണ്ടും സീരീസ് ആയിരുന്നു, പക്ഷേ ഇത് രണ്ടും പാരലാണ്. സോ ഇത് രണ്ടും പാരലാകുമ്പോൾ ജസ്റ്റ് ഇത് ആഡ് ചെയ്യുക. സോ ദിസ് ഫൈനൽ വാല്യൂ വിൽ ബി 3 മൈക്രോ ഫാരഡ്. ഓക്കെ, ഓപ്ഷൻ എത്ര, ഓപ്ഷൻ എ. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ ലെക്ചർ ഇൻ പോളിടെക്നിക്ക് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കിൽ, അതായത് നെറ്റ്വർക്ക് തിയറി പ്ലസ് ബേസിക് എലക്ട്രിസിറ്റി. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, ഇപ്പോൾ ഇതുവരെ ചെയ്ത ക്വസ്റ്റ്യൻസ് ഒക്കെ, അത് 12 ചോദ്യങ്ങൾ നമുക്ക് വളരെ വളരെ ഈസി ആയിരുന്നു, എളുപ്പം ചെയ്യാൻ പറ്റുന്നതായിരുന്നു. 1-2 ഫോർമുലാസ് കോമൺ ആയിട്ട് പഠിക്കേണ്ടി വരുന്നത് മാത്രം, ബാക്കിയൊക്കെ നമുക്ക് അറിയുന്ന ഫോർമുലാസ് ആയിരുന്നു. നിങ്ങൾക്ക് ഏകദേശം അറിയാൻ നോക്കിയാൽ മനസ്സിലാവും. അതായത് ഇതിൻ്റെ ലിസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം 40 അടുത്തുള്ള മാർക്കായിരുന്നു. അതായത് ഔട്ട് ഓഫ് 100 40 അടുത്തുള്ള മാർക്ക്. അതിൽ നിങ്ങൾക്ക് 12 മാർക്ക് നിങ്ങൾ ഈ ഒരു ബേസിക് ഇലക്ട്രിസിറ്റി ആൻഡ് നെറ്റ്വർക്ക് മാത്രം കിട്ടും. സോ എല്ലാ എക്സാമിന് പോകുമ്പോഴും ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാതെ പോവുക, ഈ ഒരു സബ്ജക്റ്റ് നിർബന്ധമായിട്ടും പ്രിപ്പയർ ആയിട്ട് പോവുക. അങ്ങനെ ഡെപ്തിൽ പ്രിപ്പയർ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ആവശ്യമായിട്ടുള്ള ഇക്വേഷൻസൊക്കെ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ചിട്ട് പോവുക. ഓക്കെ, സോ ദയവേദനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി വേറൊരു ക്വസ്റ്റ്യനിൽ വേറെ സബ്ജക്റ്റ് അല്ലെങ്കിൽ വേറെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ.